Hey guys, welcome back to another new video. നമ്മുടെ പോർട്രേറ്റ് ഡ്രോയിങ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഔട്ട്ലൈൻ പക്കയായി വരയ്ക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, ഒരു ഫോട്ടോ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പോർട്രേറ്റ് ആക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഔട്ട്ലൈൻ നമുക്ക് എങ്ങനെ ഒരു ജീവനുള്ള പോർട്രേറ്റ് ആക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ടൂളുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു 2B പെൻസിലും ഒരു 2-3 മേക്കപ്പ് ബ്രഷും അതുപോലെ തന്നെ ഒരു ബ്ലെൻഡിങ് സ്റ്റെമ്പുമാണ് ഞാനിതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡാർക്കായ ഭാഗത്ത് ഷെയ്ഡ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഡാർക്കായുള്ള പെൻസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഭാഗമായ കണ്ണ് ഷെയ്ഡ് ചെയ്യാം. കണ്ണ് ഷെയ്ഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഡാർക്ക്നെസ് ഉള്ള ഭാഗങ്ങൾ ആദ്യം നമ്മൾ ഷെയ്ഡ് ചെയ്യാം. ഇത് 2B പെൻസിലാണ്. ആർട്ട്ലൈൻ എന്ന ഒരു കമ്പനിയുടെ 2B പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഡാർക്കായ ഭാഗങ്ങൾ റെഫറൻസിൽ നോക്കിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് ഡാർക്കായിരിക്കുന്നത് നോക്കി അതുപോലെ തന്നെ ഡാർക്കായി കൊടുക്കുക. പിന്നെ എല്ലാതും നമുക്ക് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് തുടങ്ങാം. 3 ലെയറായിട്ട് നമ്മൾ ചെയ്യുക. 3 ലെയറായി ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് സ്മൂത്തായി കിട്ടും. ഡാർക്കായ ഭാഗങ്ങൾ ചെയ്താൽ ഉടനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ആണ്. ഇവിടെ ഒരു ബ്ലെൻഡിങ് സ്റ്റെമ്പ് കൊണ്ടാണ് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നത്. നമ്മൾ റെഫറൻസ് പിക്കിൽ എന്താണോ അവ ഡാർക്കായ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഡാർക്ക് കൊടുക്കുക. ഇത് നമ്മൾ ലൈറ്റായിട്ടുള്ള ഗ്രിഡ് ഇട്ടുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ കഴിഞ്ഞ ഉടനെ എറേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ ആ ഗ്രിഡിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഹൈലൈറ്റായി നിൽക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഡാർക്കായി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഗ്രിഡിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഹൈലൈറ്റായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയും. അതിനനുസരിച്ച് നമുക്ക് എറേസ് ചെയ്തിട്ട് അവിടെ ഹൈലൈറ്റ് ആക്കണം. അതുപോലെ ഡാർക്ക്നെസ് ഉള്ളിടത്ത് ഡാർക്കായി കൊടുക്കണം. നല്ല ലൈറ്റായിട്ട് ഗ്രിഡ് ഇട്ടാനുള്ള ഗുണം, നമ്മൾ നല്ല കട്ടിയിൽ ഇപ്പോൾ അമർത്തി ഗ്രിഡ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മായ്ക്കുമ്പോൾ അവിടെ ഒരു പാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ പോർട്രേറ്റിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈറ്റായിട്ട് ഗ്രിഡ് ഇടുക. ലൈറ്റായിട്ട് ഗ്രിഡ് ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മായ്ക്കാതെ തന്നെ നമുക്ക് അതിന് മുകളിലൂടെ ഗ്രിഡ് കണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഉണ്ട്, അതുപോലെ ഇയർബഡ്സ്, മേക്കപ്പ് ബ്രഷ്, സാധാ ബ്രഷ് ഏത് നമുക്ക് യൂസ് ചെയ്യാം. വലിയ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് കോട്ടൻ്റെ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നമുക്ക് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ. കൂടുതലായിട്ടൊന്നും നമ്മൾ ഡാർക്ക്നെസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഡാർക്കായ ഭാഗങ്ങൾ മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളൊക്കെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ബ്ലെൻഡിങ് സ്റ്റെമ്പാണ് ഇതിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ പോർട്രേറ്റിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ടാൽ അത് അതുപോലെ തന്നെ നമ്മൾ പേപ്പറിലേക്ക് പകർത്തുകയാണ്. അതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് കറക്റ്റായിട്ട് വീഡിയോയിൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സ്ലോവിലാണ് വീഡിയോ, അത് നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ മതി. കണ്ണിൻ്റെ ഐലാഷസൊക്കെ നമുക്ക് നല്ല ഡാർക്കുള്ള സംഭവങ്ങളാണ്. അതൊക്കെ നമ്മൾ നല്ല ഡാർക്കായി തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിൽ ഫുള്ള് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 2B പെൻസിലാണ്. നല്ല ഡാർക്കായി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന് കൂടുതലായിട്ടുള്ള ഗ്രേഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. 4B, 6B, 8B ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് കംഫർട്ടായി തോന്നിയത് 2B ആണ്. 2B ആകുമ്പോൾ നമുക്ക് ഡാർക്ക് ഷെയ്ഡിനും യൂസ് ചെയ്യാം, അതുപോലെ ലൈറ്റ് ഷെയ്ഡിനും യൂസ് ചെയ്യാം. നമ്മളതിൻ്റെ പ്രഷർ കൊടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹൈലൈറ്റായ ഭാഗങ്ങൾ നമ്മൾ മോണോ 0 ഇറേസർ ഉപയോഗിച്ച് കൊണ്ടോ അതുപോലെ തന്നെ നീഡബിൾ ഇറേസർ കൊണ്ടോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ആയ ഭാഗങ്ങളോടും കൂടി ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ മോണോസീറോ ഇറേസർ ഉപയോഗിച്ച് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ മീശ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യാതെ ലെയറായിട്ട് ഓരോ വരയായിട്ട് തന്നെ നമ്മളിത് ചെയ്താൽ അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. ഓരോ രോമങ്ങളും ഇതുപോലെ വരച്ച് അതിന് ശേഷം ബ്ലെൻഡ് ചെയ്യുക. അതിന് ഹൈലൈറ്റിങ് ചെയ്യുക, മോണോസീറോ ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക. അതിന് ശേഷം ഡാർക്കായ ഭാഗങ്ങൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ 3 സ്റ്റെപ്പാണ് അതിൽ ചെയ്തത്. ഒന്ന് ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ രോമങ്ങളൊക്കെയും കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന അതുപോലെ തന്നെ വരയ്ക്കുക. ഒന്നെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റെമ്പോ അല്ലെങ്കിൽ മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈലൈറ്റിംഗ് ആണ്. ഹൈലൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഡാർക്കൻ ചെയ്യാം. ഹെയർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഹെയർ വരയ്ക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈനാണ്. ഔട്ട്ലൈൻ നമ്മളിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ചെറിയ മുടികളൊക്കെയും നമ്മൾ വരയ്ക്കുക. അതിന് ശേഷം ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ കുറച്ച് സ്ലോ ആയി തന്നെ കാണിച്ചു തരാം, നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം മമ്മൂട്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുറത്തേക്കുള്ള ഈ ഗ്രിഡൊക്കെയും ഒന്ന് എറേസ് ചെയ്ത് കഴിഞ്ഞ് പിക്ചറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. പിക്ചറിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് നോക്കുക. എവിടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് ഫോണിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. എന്നിട്ട് എവിടെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പിക്ചർ എടുത്തു വെക്കാനൊക്കെയും യൂസ് ചെയ്യാം. നമുക്കൊന്ന് ഫിക്സേറ്റീവൊക്കെയും യൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ പിക്ചറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് കൂടുതൽ കാലം പിക്ചർ എടുത്തു വെക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.